ഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവനെനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവന്റെ ചാരേ ഓടിയാണ് ഞവർക്കാശ്വാസമനുദിനവും. അവന്റെ ചാരേ ഓടിയാണ് ഞവർക്കാശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അകൃത്യങ്ങൾ അകറ്റിയ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. അകൃത്യങ്ങൾ അകറ്റിയ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി. ദിവ്യ തേജസ്സിനഭിഷേകത എന്നെ ജയത്തോടെ നടത്തിയിടുന്നു. ദിവ്യ തേജസ്സിനഭിഷേകത എന്നെ ജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്ന് അനവധി നന്മകൾ അളവന്യെ തരുന്നു. അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിരുന്നു. അനവധി നന്മകൾ അളവന്യെ തരുന്നു. അവനുപനിധി അവസാനത്തോ നവും കാക്കുവാൻ ശക്തനല്ലോ. അവനുപനിധി അവസാനത്തോ നവും കാക്കുവാൻ ശക്തനല്ലോ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. എതിരുകൾ വളരെ സഖികളിലധികം വഴിയതി ദൂരം ബഹുവിധ തടസ്സം.
ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. വേഗം ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. 130 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. 130 സങ്കീർത്തനം, സാംസ് 130, 130. 130 സങ്കീർത്തനം. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ മഹത്വം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവേ, ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ചെവി എൻ്റെ യാചനയ്ക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആര് നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. വിശ്വസനായി കാത്തിരിക്കുന്നതിനേക്കാൾ എൻ്റെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവസാനത്തെ വാക്യം ചേർന്ന് വായിക്കാം. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിലൊക്കെയും വീണ്ടെടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നും ഒക്കെയും വീണ്ടെടുക്കും. ഹല്ലേലൂയ. Oh, he will redeem Israel from all his iniquities. Hallelujah. കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കൊച്ചുവനെ പ്രാർത്ഥിക്കാം. Praise the Lord. Hallelujah. Thank you, Lord. Hallelujah. Hallelujah. Praise the Lord. 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 Hallelujah. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ പകലിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ തക്കോണം വലിയവനായ കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ നിസ്തുല്യമായ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരാഴ്ചയുടെ ആരംഭ സമയം മുതൽ ഇന്നുവരെ നമ്മെ പരിപാലിച്ച എല്ലാ വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധി പ്രാർത്ഥിപ്പാനും ലഭിച്ച എല്ലാ അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നമ്മുടെ കാലിനെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചവനായ ദൈവത്തെ സ്തുതിപ്പാൻ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം കൃപ നൽകിയതിനായി നന്ദിയോട് സ്തോത്രം. സങ്കീർത്തനക്കാരൻ അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവേ, ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ലോർഡ്, ഹിയർ മൈ വോയിസ്. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ശബ്ദം കേൾക്കുമാറാകണമേ. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ആയിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ, പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിലായ സങ്കീർത്തനക്കാരൻ കടന്നു പോകുന്ന നിമിഷങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിലായി കർത്താവിന് നന്ദിയോട് സ്തോത്രം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഒരു വിടുതലിനായി അപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താനായിരിക്കുന്നതായ ആഴമായ ഔട്ട് ഓഫ് ദി ഡെപ്ത്സ് ഐ ഹാവ് ക്രൈഡ് ടു യു ഓ ലോർഡ്. ആമേൻ. നിലവിളിക്കുന്നതായ ആ എഴുത്തുകാരൻ ദൈവത്തിന് സ്തോത്രം. ആയിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ എല്ലാം അനുകൂലമായ പരിസ്ഥിതി ആമേൻ അല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ സങ്കീർത്തനക്കാരൻ കടന്നുപോയാണ്. സങ്കീർത്തനക്കാരന് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിവിധങ്ങളാകുന്ന ആ പ്രയാസങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും എന്ത് ചെയ്യുക? ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ
ജയിച്ചിരിക്കുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും വിവിധ നിലകളിലായി ആ ഭാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം, കർത്താവ് നമ്മുടെ വലങ്കരം പിടിച്ച് ആമേൻ, ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, എ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് മാത്രമാണ് നമ്മുടെ ഏറ്റവും അടുത്ത തുണയായി വന്ന് സഹായിക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളവരൊക്കെ ഒരു പരിധിവരെ മാത്രമേ സഹായിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ എല്ലാ സമയങ്ങളിലും ആ ധൈര്യത്തോടെ കൃപാസനം വരെയും കടന്നു വന്ന് അബാപിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം കാൽവരി ക്രൂശിലെ ആ സ്നേഹം നമ്മൾ ഓർക്കുവാനും ധ്യാനിക്കുവാനും ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യഹോവേ, നീ അകൃത്യം ഓർമ്മ വെച്ചാൽ കർത്താവെ ആര് നിൽക്കും? ആമയെ നിലനിൽക്കും. ദൈവത്തിന് സ്തോത്രം. മൂന്നാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നു, ഇഫ് ലോർഡ് ഷുഡ് മാർക്ക് ഇനിക്വിറ്റീസ് ഓർ ലോർഡ് ഹൂ കുഡ് സ്റ്റാൻഡ്. ആർക്ക് നിൽക്കുവാനായിട്ട് കഴിയും? ദൈവത്തിന് സ്തോത്രം. ഹൂ ഷാൽ സ്റ്റാൻഡ്? ഹല്ലേലൂയ. ആർക്ക് നിൽക്കുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അകൃത്യങ്ങളെയെല്ലാം ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്താൽ അവയെല്ലാം കഴുകി ശുദ്ധീകരണം പ്രാപിപ്പാൻ തക്കൊണ്ടിടയായി. ഹീ ഈസ് അവർ റെഡീമർ. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ഹല്ലേലൂയ. അവിടുത്തെ ആമേൻ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധന്മാരായി തീരുവാൻ അവിടുന്ന് കൃപ നൽകിയ കാൽവരി സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഓ ഹല്ലേലൂയ. ആ മനോഹരമായ അനുഭവം കരസ്ഥമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടയായി എന്നുള്ളതാണ് ജീവിതത്തിൽ ഹല്ലേലൂയ സന്തോഷകരമായിരിക്കുന്നത്. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ, ദൈവത്തിന് സ്തോത്രം, ഏതെങ്കിലും കാര്യങ്ങളെ ഓർമ്മ വെച്ചാൽ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാനൊക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ തെറ്റുകളെല്ലാം ഹല്ലേലൂയ കർത്താവ് ക്ഷമിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധന്മാരായി തീരുവാനിടയായി. ഓ, നമ്മുടെ യാതൊരു മെറിറ്റും അല്ല. ഇന്ന് രാവിലെ ഓർപ്പിച്ച പോലെ, നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. അവിടുത്തെ കൃപയൊന്ന് മാത്രമാണ് ഹല്ലേലൂയ വിശ്വാസത്താൽ നീതീകരണം പ്രാപിപ്പാനിടയായത്. ആ നീതീകരിക്കപ്പെട്ടതായ ദൈവമക്കൾ ദിവസം പ്രതി ഒരു വിശുദ്ധീകരണം പ്രാപിച്ചവരായി മുമ്പോട്ട് പോകുന്ന ദൈവമക്കൾക്ക് ഒരു മഹത്വീകരണമുണ്ട്, ഒരു ഗ്ലോറിഫിക്കേഷനുണ്ട്. ആ പ്രത്യാശയുടെ ദിനം കാത്തുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കോണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രത്യാശ വെച്ചിരിക്കുന്നു. അഞ്ചാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്, ഹീസ് വേർഡ് ഡു ഐ ഹോപ്പ്. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ വചനത്തിൽ എന്തായിരിക്കുന്നു? പ്രത്യാശ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പ്രത്യാശ വെക്കുന്നെങ്കിൽ, ബൈബിൾ എഴുതിയിരിക്കുന്ന കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും എന്തായിരിക്കും? അരിഷ്ടന്മാരായിരിക്കും. എന്നാൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ, ഞാൻ യഹോവയ്ക്കായി എന്ത് ചെയ്തിരിക്കുന്നു? കാത്തിരിക്കുന്നു. ഐ വെയിറ്റ് ഫോർ ദ ലോർഡ്, മൈ സോൾ ഡസ് വെയിറ്റ്. ഹല്ലേലൂയ. ഞാൻ അവനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രാണൻ കർത്താവിനായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ വചനത്തിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രത്യാശ വെച്ചിരിക്കുന്നു. വചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന തേനിലേക്കാളും തേൻകട്ടയേക്കാളും മധുരമേറിയ ദൈവവചനത്തിനായി നന്ദിയോട് സ്തോത്രം. ഈ വചനം ആമേൻ വായിക്കുവാൻ തുടങ്ങിയാൽ നമുക്ക് ഒരിക്കലും ക്ഷീണം തോന്നുകയില്ല. ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുവാനിടയാവും. മറ്റേതൊരു പുസ്തകങ്ങൾ വായിച്ചാലും പുതിയ പുതിയ ആശയങ്ങളൊന്നും വരത്തില്ല. എന്നാൽ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വരും. അത് നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്നതായി തീരും. അത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ വളരെ ശക്തമായ നിലയിൽ ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രത്യാശ വഹിച്ചിരിക്കുന്നു. പുതിയ നിയമവിശ്വാസികളായ നമുക്ക് നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹവും ഒരുപോലെ കർത്താവിനായി കാത്തിരിക്കുന്ന ഒരനുഭവം ഇന്ന് പൽക്കാലം ഉണ്ടാകേണ്ടതിനായി കർത്തൃകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദൈവം മുമ്പാകെ ആയിരിക്കാം. ഈ വചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. ഒരു പ്രാവശ്യം കൊണ്ട് കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ വചനത്തിൽ നാം ധ്യാനിച്ചുകൊണ്ട് കർത്താവിന് നന്ദിയോട് സ്തോത്രം. ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുന്നതായ ആമേൻ ദൈവത്തിൻ്റെ ദാസനായ ഗായോസിനെ സംബന്ധിച്ചുള്ള ഭാഗങ്ങളും കൂടെ വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 3 യോഹന്നാൻ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 3 യോഹന്നാൻ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിന്
മതി. കർത്താവിന് സ്തോത്രം. തുടർന്നുള്ള ഭാഗങ്ങൾ കീഴോട്ട് നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയതായ ലേഖനഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയതായ സുവിശേഷമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് അറിയാം. പിന്നെ യോഹന്നാൻ എഴുതിയത് 1 യോഹന്നാൻ എഴുതിയിട്ടുണ്ട്, 2 യോഹന്നാൻ എഴുതി, പിന്നെ 3 യോഹന്നാൻ എഴുതി. പിന്നെ എഴുതിയിരിക്കുന്നത് ഏത് ഭാഗമാണ്? പിന്നെ എഴുതിയിരിക്കുന്ന ഭാഗം വെളിപ്പാട് പുസ്തകമാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ സുവിശേഷം എഴുതി 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. അതിനുശേഷമായി വെളിപ്പാട് പുസ്തകം അപ്പോസ്തലനായ യോഹന്നാൻ എന്ത് ചെയ്തു? എഴുതുവാനിടയായി. അങ്ങനെ 5 പുസ്തകങ്ങൾ എഴുതിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കിന് ഈ ഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിന് സ്തോത്രം എത്രാമത്തെ പുസ്തകമായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? ഇത് സ്തോത്രം. ഈ ഭാഗങ്ങൾ പുതിയ നിയമത്തിൻ്റെ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ എത്ര പുസ്തകമുള്ളത്? 27 പുസ്തകങ്ങൾ ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. പഴയ നിയമം 39. അപ്പം ഈ ഭാഗങ്ങളെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകമാണ്. അതിന് മുമ്പുള്ള ഭാഗങ്ങൾ യൂദായുടെ ലേഖനമാണ്. അതിന് ഉള്ളതായ ഭാഗം യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖന ഭാഗമാണ്. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗങ്ങൾ കർത്താവിന് സ്തോത്രം 25-ാമത്തെ പുസ്തകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവിന് നന്ദിയോട് സ്തോത്രം. അപ്പോൾ 25-ാമത്തെ പുസ്തകമാണ്. യൂദായുടെ പുസ്തകം ഏതാണ്? 26. പിന്നെ വെളിപ്പാട് പുസ്തകം 27. അങ്ങനെ 5 പുസ്തകങ്ങൾ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതുവാനിടയായി. അക്കൂട്ടത്തിൽ കർത്താവിന് സ്തോത്രം മൂപ്പനായ ഗായോസിന് എഴുതിയതായ ഭാഗമാണ് നമ്മളിവിടെ വായിക്കുവാനിടയായത്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഈ ഗായോസിനെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിനെ എഴുതുന്ന കർത്താവിന് സ്തോത്രം. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായി ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന വിവിധങ്ങളാകുന്ന വിഷയങ്ങളെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവിന് സ്തോത്രം. അക്കൂട്ടത്തിൽ കർത്താവിന് സ്തോത്രം അപ്പോസ്തലനായ യോഹന്നാൻ്റെ ഒരു പ്രാർത്ഥനയാണ്. സത്യത്തിൽ സ്നേഹിക്കുന്നതായ മൂപ്പനായ എൽഡറായ ആ ഗായോസിന് എഴുതുമ്പോൾ നീ എങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ ആത്മാവ് എങ്ങനെയായിരിക്കണം? ശുഭമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബിലവഡ്, I pray that in all respect you may prosperous, praise the Lord, and be in good health as your soul prosperous. ദൈവത്തിന് സ്തോത്രം. 1-ാമതായി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ ആത്മാവ് എങ്ങനെയായിരിക്കണം? ശുഭമായിരിക്കണം. അതാണ് ഏറ്റവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതും. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഒരു ശുഭത നമുക്കുണ്ടായിരിക്കണം. ആ ശുഭതയാണ് നമ്മെ വലിയ പ്രത്യാശയിലേക്ക് നടത്തുവാനിടയാകുന്നത്. ആത്മാവിൻ്റെ ശുഭതയില്ലാതെ ഈ ലോകത്തിലെ എന്തെല്ലാം നന്മകളുണ്ടായെന്ന് പറഞ്ഞാലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്കൊരു സമാധാനം ഉണ്ടായിരിക്കുകയില്ല. അനേക ജീവിതങ്ങൾക്ക് ഈ ലോകത്തിലെ ഭൗതികമായ നന്മകൾ ധാരാളമായിട്ടുണ്ട്. മില്യൺ കണക്കിന് ഡോളറുകൾ സ്വത്തായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ അവർക്കൊന്നും സമാധാനം ഉണ്ടാകണമെന്നില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ ആത്മാവിൻ്റെതായ ആ ശുഭത ലഭിച്ച ദൈവമക്കളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശയുണ്ട്. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കഷ്ടത സഹിഷ്ണുതയും, പിന്നെ സഹിഷ്ണുത സിദ്ധതയും. സിദ്ധത എന്താണ്? പ്രത്യാശ ഉളവാക്കുന്നത്. അപ്പോൾ കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലും നമുക്കൊരു പ്രത്യാശ ദൈവത്തിൻ്റെ ആത്മാവ് ദിവസം പ്രതി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ രോഗത്തിൻ്റെ വിഷയങ്ങളായിരിക്കാം, മാനസികമായ പ്രയാസങ്ങളുണ്ടായിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും വിഷയങ്ങളുണ്ടായിരിക്കാം. ഈ വിഷയങ്ങളെല്ലാം പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനായ വലിയവനായ കർത്താവിൻ്റെ ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. ക്രിസ്തുവാണ് അതിന് ആൻസർ തരുന്നത്. ഹല്ലേലൂയ. ആ വചനമാണ്, ക്രിസ്തുവിൻ്റെ വചനമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. ആമേൻ. എഴുത്തുകാരൻ ഇവിടെ എഴുതുന്നത്, ഗായോസിനോട് ഓർപ്പിക്കുന്നത്, നിൻ്റെ ആത്മാവ് എങ്ങനെയായിരിക്കണം? ശുഭമായിരിക്കുന്നത് പോലെ. കർത്താവിന് സ്തോത്രം. ഒരു ശുഭതയ്ക്കായിട്ട് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. നമ്മൾ വായിക്കുന്ന അവസരങ്ങളിൽ എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് എസ്ര ചാപ്റ്റർ 8 വേഴ്സ് 21 എഴുതിയിരിക്കുന്ന വാക്യം ഒന്ന് വായിക്കാം. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വാക്യം. മതി. കർത്താവിന് സ്തോത്രം. എസ്ര ഒരു ഉപവാസം അവിടെ പ്രസിദ്ധമാക്കുന്നു. അനന്തരം ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ
അഹവ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം എന്ത് ചെയ്തു? പ്രസിദ്ധപ്പെടുത്തുവാനിടയായി. കർത്താവിന് സ്തോത്രം. ജീവിതയാത്രയിൽ ഒരു ശുഭയാത്ര ആവശ്യമാണ്. എസ്രാ അവരുടെ വലിയൊരു ഗ്രൂപ്പ് ആളുകൾ ആ ബാബിലോണിൽ നിന്ന് യാത്ര തിരിച്ച്, പ്രൈസ് ദി ലോർഡ്, യെരുശലേമിലേക്കുള്ള യാത്രയാണ്. ഇന്നുള്ളതുപോലെ ഉള്ള സിസ്റ്റം അല്ല, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അല്ല. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് കഴിയും. എന്നാൽ ബാബിലോണിൽ നിന്നും യെരുശലേമിലേക്കുള്ള യാത്രയെന്ന് പറഞ്ഞിരിക്കുന്നത് അവർ നടന്നു തന്നെ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ മൃഗങ്ങൾ കാണും. ഈ യാത്രയിൽ അനേക തടസ്സങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. സ്തോത്രം. മരുഭൂമിയുടെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂട് ഭയങ്കരമാണ്. വളരെയധികം ആളുകൾ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മൾ മക്കയിലൊക്കെയും സൗദി അറേബ്യയിലുമൊക്കെ ഭയങ്കരമായ ചൂടിൻ്റെ പ്രയാസങ്ങളുണ്ട്. ഈ രാജ്യത്ത് ചൂടുണ്ട്. അങ്ങനെ പല ഇടങ്ങളിലായിട്ട് ഭയങ്കരമായ ചൂടും പ്രയാസങ്ങളുമുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ബാബിലോണിൽ നിന്നും എങ്ങോട്ട് യാത്ര ചെയ്യണം? യെരുശലേമിലേക്കുള്ള യാത്ര ചെയ്യണം. ഈ യാത്രയ്ക്കകത്ത് കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ കാണും, വാഹന മൃഗത്തിന് പ്രയാസങ്ങളുണ്ടായിരിക്കും, ശാരീരികമായിട്ടുള്ള പ്രയാസമുണ്ട്, ദൂരെ കൂടുതലുണ്ട്, മാനസികമായ പ്രയാസങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം മധ്യത്തിലായിട്ട് കർത്താവിന് സ്തോത്രം, അവർക്ക് ബാബിലോണിൽ നിന്ന് യാത്ര പുറപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവികമായ നിയോഗങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ യാത്ര ചെയ്യുവാനായിട്ട് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ആലയത്തിലേക്ക് തന്നെ കടന്നു വരാൻ അനേകരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീടിനകത്ത് തന്നെ എയർ കണ്ടീഷനാണ്, വീട്ടിൽ കാറിലേക്ക് കയറുമ്പോൾ എയർ കണ്ടീഷനാണ്, നമ്മൾ ആരാധന സ്ഥലത്ത് വരുമ്പോൾ എയർ കണ്ടീഷനാണ്. ഈ ഒരു സംവിധാനങ്ങളൊന്നുമില്ല. സ്തോത്രം. അവർ യെരുശലേമിലേക്ക് വരുവാൻ, അവർ വിട്ടുപോകുന്നതായ സ്ഥലത്തേക്ക് മടങ്ങി വരുവാൻ്റെ കോണം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നമുക്ക് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം, പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ നടത്തുന്നതായ വിധങ്ങൾ, ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ നടത്തുന്നതായ ആനുകൂല്യങ്ങൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നാം എത്രയധികം സ്തുതിച്ചാലും മതി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം ആഗ്രഹിക്കുന്നതായ അളവിൽ നമ്മളായി തീരുവാൻ്റെ കോണം, ഹല്ലേലൂയ. നമുക്ക് മറ്റ് പല തടസ്സങ്ങളായിരിക്കാം നമുക്കുള്ളത്. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ നമുക്ക് ആൻസറിന്, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അടുക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേ? ആ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം അടുക്കുക. ദൈവത്തിന് സ്തോത്രം. നാം അകന്നു പോകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുവാൻ ഇടയാകരുത്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്താൽ നിശ്ചയമായിട്ടും, ഹല്ലേലൂയ, നമുക്കൊരു മറുപടി ലഭിക്കുവാനിടയാകും. എസ്രായിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബാബിലോണിൽ നിന്ന് അവർ യാത്ര പുറപ്പെടുന്ന അവസരങ്ങൾ അങ്ങ് പോയാൽ മതി. എന്നാൽ എന്തോ സംഭവിക്കാനിടയായി? അനന്തരം ഞങ്ങൾ then I proclaimed a fast there at the river of Ahava, that we might humble ourselves before our God, to seek from him a safe journey for us, a little ones, and all our possession. ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും, പ്രൈസ് ദി ലോർഡ്, മാത്രമല്ല ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടിയും, ഹല്ലേലൂയ, ഞങ്ങൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ഞങ്ങൾ താഴുകയും ചെയ്യേണ്ട ആവശ്യമാണ്. പ്രധാനമായ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നമ്മെ ഓർപ്പിക്കുന്ന, ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും, പിന്നെ ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും, പിന്നെ ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ഒരു ശുഭയാത്ര യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുവാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഉപവാസ പ്രാർത്ഥനകളും പ്രാർത്ഥനകളും കൂടിവരവുകളും എല്ലാം നാം ഓരോ സമയങ്ങളിൽ വിശുദ്ധ ആരാധനയിൽ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ നാം ഒന്നും കൂടെ വിനയപ്പെടുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, മറ്റൊന്നിനും വേണ്ടിയല്ല. ഹല്ലേലൂയ. നാം ഇന്ന് ആലയത്തിലേക്ക് കടന്നു വന്ന ആ അവസരങ്ങളിൽ മറ്റൊന്നുമല്ല നാം നോക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലെ വിനയപ്പെടുന്നതിന് വേണ്ടി ദൈവം മുമ്പാകെ കടന്നു വരുവാൻ ദൈവം നമുക്ക് ഇന്ന് പൽക്കാലം നമുക്ക് കൃപ നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ഒരു ശുഭയാത്രയെ നമുക്ക് ആവശ്യമാണ്. ഒരു ശുഭയാത്രയ്ക്കായി വരുമ്പോൾ, ഹല്ലേലൂയ, തങ്ങളുടെ ദൈവസന്നിധിയിൽ താഴുവാൻ, കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തങ്ങളുടെ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ ഒരു ശുഭയാത്ര ആവശ്യമാണ്. അങ്ങനെയുള്ള ദൈവമക്കൾക്ക് കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവസന്നിധി നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നത്, നമുക്കൊരു ശുഭയാത്രയുണ്ട്. ആ യാത്ര സക്സസ് ആയി തീരുവാൻ, ഹല്ലേലൂയ, നാം കർത്താവിലേക്ക് നോക്കുക. ആ യാത്ര സക്സസ് ആയി തീരുവാൻ എബ്രായ ലേഖനം 12:1 വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? ഓർപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകൻ. ഒന്ന് വായിച്ച് ഹീബ്രു ചാപ്റ്റർ 12 വേഴ്സ് 1, എബ്രായ ലേഖനം 12:1 വാക്യം. ആ
മതി. കർത്താവിന് സ്തോത്രം. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ന്യൂ ടെസ്റ്റ്മെൻ്റ് ബിലീവേഴ്സായ നമ്മെക്കുറിച്ച് ഓർപ്പിക്കുന്നത് നമുക്ക് ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ്. നാം നോക്കേണ്ടത് ആരെയാണ്? ആമേൻ. വിശ്വാസത്തിൻ്റെ നായകനും പിന്നെ പൂർത്തിമാനുമായ യേശുവിനെ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില അവസരങ്ങളിൽ നമ്മുടെ ഓട്ടം എല്ലാം ആമേൻ തെറ്റാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ. 121 സങ്കീർത്തനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് ഹല്ലേലൂയ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം എന്താണ്? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. പുതിയ നിയമവിശ്വാസികളായ നമ്മെ ഓർപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പിന്നെ പൂർത്തിമാനുമായ യേശുവിനെ എന്ത് ചെയ്യാം? ആമേൻ. എങ്ങനെ നോക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. നാം ശ്രദ്ധയോടെ നോക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. പൂർത്തിമാനുമായ യേശുവിനെ നാം ശ്രദ്ധയോടെ നോക്കുക, അല്ലെങ്കിൽ യേശുവിനെ നോക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനായ ഹല്ലേലൂയ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ, ഫിക്സിങ് അവർ ഐസ് ഓൺ ജീസസ് ഓദർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ നായകനായ കർത്താവിനെ നോക്കിയ പൗലോസ് പറയാണ്, ഞാൻ നല്ല പോലെ എന്ത് ചെയ്തു? ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ റേസ്. ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. ഹല്ലേലൂയ. എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായ എനിക്ക് നിങ്ങൾക്കും പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു കോഴ്സ് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓട്ടം വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓട്ടം. ഹല്ലേലൂയ. ഞാൻ നല്ല പോർ പൊരുതി. ഞാനെന്ത് ചെയ്യുക? ഐ ഫോട്ട് ഗുഡ് ഫൈറ്റ്. ഞാൻ നല്ല പോർ പൊരുതി. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ റേസ്. ഞാൻ ഓട്ടം തികച്ചു. എന്ത് ചെയ്തു? വിശ്വാസം കാക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം ചെയ്യണം. അതൊരു പൂർത്തീകരണത്തിലേക്ക് വരണമെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനും പിന്നെ പൂർത്തിമാനുമായ യേശുവിനെ എന്ത് ചെയ്യുക? നോക്കണം. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്താണ്? ചുറ്റും നിൽക്കുന്നതുകൊണ്ട് ഹല്ലേലൂയ. നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഹല്ലേലൂയ വ്യത്യസ്തമാണ്. എസ്രാ ശാസ്ത്രി ഹല്ലേലൂയ അവർ പ്രാർത്ഥിക്കുവാനിടയായത് ആമേൻ ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ അനേക തടസ്സങ്ങൾ, അവരുടെ ഫിസിക്കലായിട്ടുള്ള അനേക പ്രയാസങ്ങൾ അവർ അഭിമുഖീകരിക്കാറുണ്ട്. അതിനുള്ള സാധ്യതയുണ്ട്. അതിന് മുമ്പായി പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? താഴുവാനായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഓരോ പ്രാർത്ഥനകളിലും ഓരോ യോഗങ്ങളിലും ഓരോ വിശുദ്ധ സഭായോഗങ്ങളിലും നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ പ്രധാനമായ ലക്ഷ്യം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യുക? താഴുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ എന്ത് ചെയ്യാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആകയാൽ നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് എന്ത് ചെയ്യുന്നു? അലറുന്ന സിംഹം പോലെ പോരാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ മധ്യത്തിലായി കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ എന്ത് ചെയ്യാം? നാം താണിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങളിൽ നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യണം? ഓട്ടം സ്ഥിരതയോടെ നാം എന്ത് ചെയ്യണം? ഓടുവാൻ. ഹല്ലേലൂയ. നാം കടപ്പെട്ടവരാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനേകർ ഓടാറുണ്ട്, പക്ഷേ ആ ഓട്ടത്തിൽ എന്തില്ല? സ്ഥിരത ഉണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ. അനേക പ്രിയപ്പെട്ടവർക്ക് റിവാർഡ് കിട്ടേണ്ടതായ അനേക ഓട്ടങ്ങൾ ഓടിയതായ സന്ദർഭങ്ങളെല്ലാം നമ്മൾ പേപ്പറിലൂടെ വായിക്കുവാനിടയായിട്ടുണ്ട്. പക്ഷേ അവർ ട്രാക്ക് തെറ്റിച്ച് എന്ത് ചെയ്തു? ഓടുവാനിടയായിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മിസ്റ്റേക്ക് വരാറുണ്ട്. പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയാറുണ്ട്. ലക്ഷ്യങ്ങൾ തെറ്റുവാനിടയാകരുത്, ട്രാക്ക് തെറ്റുവാനിടയാകരുത്. ചിലപ്പോൾ സ്പീഡിൽ ചെന്ന് കർത്താവിന് സ്തോത്രം റിവാർഡ് കിട്ടുവാൻ എല്ലാ സാധ്യതയുള്ളതായ ആളുകളുണ്ടായിരുന്നു. അവർക്ക് റിവാർഡും ഡിക്ലെയർ ചെയ്താണ്. എന്നാൽ ട്രാക്ക് തെറ്റിക്കുവാനിടയായി. ദൈവം നമുക്കൊരു ട്രാക്ക് ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഓട്ടം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്ഥിരതയോടെ ഓടുവാൻ. ഹല്ലേലൂയ. സ്ഥിരതയോടെ ഓടുവാൻ്റെ കോണം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എസ്രായ്ക്ക് ഒരു ശുഭയാത്ര ആവശ്യമായിരുന്നു. എനിക്ക് നിങ്ങൾക്കും ഒരു ശുഭയാത്ര ഉണ്ടാകണമെങ്കിൽ ഓട്ടം നാം എങ്ങനെയായിരിക്കണം? സ്ഥിരതയോടെ ഓടുവാൻ കടപ്പെട്ടവരാണ്. 3-ാം വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണ്? ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ളവനെ വിരോധം സഹിച്ചവനെ എന്ത് ചെയ്യുക? ആമേൻ. സ്തോത്രം. ആ വാക്യത്തിൻ്റെ ആദ്യത്തെ സെൻറ്റൻസിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചെന്ത് ചെയ്യും? മടുത്തു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്കുള്ള യാത്രയിൽ അവർ ക്ഷീണിച്ചങ്ങ് മടുക്കുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നമുക്കതുപോലുള്ള യാത്രയില്ല. എന്നാൽ പാപത്തിൻ്റെതായ ശക്തികൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചതിന് മറുപടി ലഭിക്കാതെ വരുമ്പോൾ, ഹല്ലേലൂയ, വർഷങ്ങളായി നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളിന്മേൽ ചിലപ്പോൾ വിടുതൽ ഡിലേ ചെയ്യുവാൻ സാധ്യത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ,
ചിലപ്പോൾ നമ്മൾ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അനേക ആത്മാക്കൾ കടന്നു വരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഓ ഹല്ലേലൂയ! ആത്മാക്കളെല്ലാവരും കടന്നു വരുവാൻ, ആലയത്തിൽ കടന്നു വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ചില അവസരങ്ങളിൽ ഡിലേ ആയി പോകാറുണ്ട്. അതിൻ്റെ മധ്യത്തിൽ നമ്മൾ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ! വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നതായ വിഷയങ്ങൾ. ചിലപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആലയത്തിലേക്ക് കടന്നു വരുന്നത്. വിടുതൽ കാണുവാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ വിഷയങ്ങൾക്ക് ഡിലേ സംഭവിക്കാറുണ്ട്. നമ്മൾ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മടുത്തു പോകാനുള്ള സാധ്യത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യുന്നത്, നമുക്ക് വിരോധം സഹിച്ചവനെ എന്ത് ചെയ്യുക? ധ്യാനിച്ചു കൊള്ളുക. നമ്മുടെ കർത്താവിനെ നമ്മൾ ധ്യാനിക്കുവാൻ ഇന്ന് പകലിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ദൈവത്തിന് സ്തോത്രം, ഒരു ശുഭയാത്ര നമുക്ക് ലഭിക്കേണ്ടതിനായി ക്രിസ്തുവിനെ നാം ധ്യാനിക്കുക. അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതയാത്രയിൽ അനേക പ്രതിസന്ധികൾ നാം അഭിമുഖീകരിക്കാറുണ്ട്. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ പൂർത്തി വരുത്തുന്നവനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഉദാഹരണമായി സാക്ഷികളുടെ വലിയൊരു സമൂഹം എന്താണ് നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. വിശ്വാസ വീരന്മാരുടെ ഒരു വലിയൊരു പട്ടിക തന്നെ 11-ാം അധ്യായത്തിൽ പറഞ്ഞതിന് ശേഷമായി 12-ാം അധ്യായത്തിൽ പറയാണ്, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്കെന്താണ് ചുറ്റും നിൽക്കുകയാണ്. അനേക കഷ്ടങ്ങളിലൂടെ അവർ കടന്നു പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. ലോകം അവർക്ക് എന്താണ് യോഗ്യമായിരുന്നില്ല. ഹല്ലേലൂയ. ഇതിൻ്റെ എല്ലാ മധ്യത്തിലൂടെ അവർ കടന്ന് അനേക പ്രിയപ്പെട്ടവർ രക്തസാക്ഷികളായി മരിക്കുവാനിടയായി. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യപദവിക്കായി സ്തോത്രം. ഹല്ലേലൂയ. ലോകം, ജഡം, പിശാച് ഇതിൻ്റെ ശക്തികൾ ഒരുപോലെ ആമേൻ കടന്നു വരുന്ന നിമിഷങ്ങളുണ്ട്. എന്നാൽ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഒരു ശുഭയാത്ര ദൈവമേ തരണമേ. എസ്രാ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു ശുഭയാത്ര ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഒരു വാക്യം കൂടെ വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 28-ാമത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 28-ാമത്തെ വാക്യം. The book of Daniel, chapter 6, verse 28. എന്നാൽ ദാനിയേൽ വായിക്കാം. മതി. കർത്താവിന് സ്തോത്രം. ആ വാക്യം മാത്രം വായിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഒക്കുകയില്ല. 6-ാം അധ്യായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ രാജ്യത്തിൻ്റെ 120 ദേശാധിപതികൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെ നിയമിക്കുവാൻ ദാരിയാവേശിന് ഇഷ്ടം തോന്നി. കീഴോട്ടുള്ള വാക്യങ്ങളിൽ ഈ 3-രിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് എന്ത് ചെയ്യണം? കണക്ക് ബോധിപ്പിക്കണം. 120 സംസ്ഥാനങ്ങളിലായിട്ട് ഉള്ളതായ സ്റ്റേറ്റുകളിലായിട്ട് കർത്താവിന് സ്തോത്രം 3 പേരെ അധ്യക്ഷന്മാരാക്കി. അതിൽ ഏറ്റവും എക്സലൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദാനിയേലാണ്. ദൈവത്തിന് സ്തോത്രം. ഈ 120 പേര് രാജാവിന് നഷ്ടം വരാതിരിക്കാനുള്ളതായ അക്കൗണ്ട് സംബന്ധിച്ച് ഓഡിറ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ അതിൻ്റെ കാൽക്കുലേഷനെല്ലാം കറക്റ്റായിരിക്കണം എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് ഈ 3 അധ്യക്ഷന്മാരാണ്. കർത്താവിന് സ്തോത്രം. ഇവരിൽ കർത്താവിന് സ്തോത്രം 3-ാം വാക്യത്തിൽ, എന്നാൽ ദാനിയേൽ എങ്ങനെയുള്ളവനായിരുന്നു? ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവർ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. 4-ാം വാക്യം ഒന്ന് വായിക്കാം. 4-ാം വാക്യം.
മതി. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ ശുഭപ്പെടുവാൻ കാരണം 6-ാം അധ്യായ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ 120 സംസ്ഥാനങ്ങളിൽ ഹല്ലേലൂയ സംസ്ഥാനാധിപന്മാരിൽ ഏറ്റവും എക്സലൻ്റായിട്ട് നിൽക്കുന്ന ദാനിയേലിനെ ഏതെങ്കിലും നിലകളിൽ കുറ്റം ചുമത്തുവാനായിട്ട് അവരെല്ലാം ശ്രമിച്ചുവെങ്കിലും ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതായ വിഷയത്തിലല്ലാതെ ഒരു കുറ്റവും എന്ത് ചെയ്തില്ല, ഒരു ഫോൾട്ടും ആ ദാനിയേലിൻ്റെ ജീവിതത്തിൽ കാണുവാനിടയായില്ല. പ്രൈസ് ദി ലോർഡ്. താൻ യെരുശലേമിൽ നിന്നും ബാബിലോണിൽ താൻ പാർക്കുന്ന അവസരങ്ങളാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. എല്ലാ നിലകളിലും അവിടുത്തെ രീതി അനുസരിച്ച് പോകുവാൻ പറ്റുന്നതായ കാര്യങ്ങളായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, തന്നെ ഹല്ലേലൂയ നശിപ്പിക്കുവാനായിട്ട് ഒരു കൂട്ടം ആളുകൾ തീരുമാനം എടുക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ആമേൻ, നിനക്കെതിരായി യാതൊരു ആയുധവും എന്ത് ചെയ്യില്ല, ഫലിക്കുകയില്ല എന്ന് പ്രവചന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അനേക ശക്തികൾ ആമേൻ ദൈവസഭയ്ക്കെതിരായി, ദൈവമക്കൾക്കെതിരായി പോരാടിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കേണ്ട. ഒടുവിലും കർത്താവിലും, എന്താണ് 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? ഒടുവിലും കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും എന്ത് ചെയ്യുക, ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെതായ ശക്തികൾ കടന്നു വരുമ്പോൾ, അതിൻ്റെ പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവിൽ നാം എന്ത് ചെയ്യണം, ശക്തി ആർജിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം. കൂട്ടായ്മയ്ക്കായിട്ടോ മറ്റ് യാതൊരു സാഹചര്യങ്ങളോ ഇല്ല. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊക്കെ ആണെങ്കിൽ മാറി മാറി നമ്മൾ യാത്ര ചെയ്താൽ ധാരാളം ഫെലോഷിപ്പ് ഉള്ളതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ദാനിയേലിനെ സംബന്ധിച്ച് താൻ പതിവ് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം 10-ാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ മാളിയ മുറിയുടെ കിളിവാതിൽ യെരുശലേമിൽ എന്ത് ചെയ്തു, തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം എന്ത് ചെയ്തു, മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ നിമിഷം വരെയും താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ പ്രാർത്ഥന എന്ത് ചെയ്തില്ല, നിർത്തിയില്ല. ഈ ഒരു സംഭവത്തിന് മുമ്പിൽ കർത്താവിന് സ്തോത്രം വിറച്ചു പോയനെ. ഹല്ലേലൂയ. ഇതുവരെ ആരാധിച്ചവനായി കർത്താവിനെ വിട്ടതിന് ശേഷമായി 30 ദിവസത്തേക്കിന് രാജാവിനോട് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും വന്നു കൂട്ടത്തിൽ ദാനിയേൽ മാത്രം നിൽക്കുവാനിടയായി. ചന്ദ്രക്ക് മേശയ്ക്ക് അവേന്ദ്രവും മറ്റേതെങ്കിലും ഹല്ലേലൂയ ഉദ്യോഗത്തോടുള്ള ബന്ധത്തിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലായിരിക്കാം. എന്നാൽ മറ്റനേക യഹൂദന്മാരായ ആളുകൾ പ്രവാസികളായി അവിടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ബാബിലോണിൽ അനേക പ്രവാസികളുണ്ട്. അവരെല്ലാവരും എവിടെ ചെന്നു, ഹല്ലേലൂയ, ഈ രാജാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് അവർ എന്ത് ചെയ്തു, തയ്യാറാകുവാനിടയായി. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ആര് കർത്താവിന് വേണ്ടി നിൽക്കുന്നോ അവർ കർത്താവ് വാച്ച് ചെയ്യുവാനിടയാവും. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് മുട്ടുകുത്തി രാജാവിൻ്റെ മുമ്പിൽ വീഴും എന്നുള്ളതല്ല വിഷയം. എന്നാൽ പ്രാപിച്ചതായ ദൈവപ്രമാണത്തിന് അനുസരിച്ച് അവസാനം വരെ നിൽക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ ഭാഗത്ത് നിൽക്കുവാനിടയാവും. താൻ പതിവ് പോലെ ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥന നിർത്തി, ആമീൻ സ്തോത്രം, താൻ അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് ആകുവാനിടയായില്ല. പതിവ് പോലെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന തുടരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അടുത്ത നിമിഷങ്ങളിൽ തൻ്റെ ജീവൻ നഷ്ടമാകുന്ന കാര്യമാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. രാജാവിനോട് പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ തയ്യാറാകേണ്ടതായ ആമേൻ ദാനിയേൽ യെരുശലേമിന് നേരെ കിളിവാതിലുകളെ തുറന്ന് അങ്ങോട്ട് നോക്കി ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. തൻ്റെ പ്രാർത്ഥന മറ്റുള്ളവർ ശ്രദ്ധിക്കുവാനിടയായി. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ ജീവിക്കുന്ന ആ ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ എന്ത് ചെയ്യും, ശ്രദ്ധിക്കുവാനിടയാവും. ഹല്ലേലൂയ. നമ്മളറിയാതെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും മറ്റേ ഇടങ്ങളിലും ഒക്കെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കാൻ പറയും. ദൈവത്തിന് സ്തോത്രം. എന്താണ് കാരണം? ഹല്ലേലൂയ. ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ഒരു സാക്ഷികളായി നാം നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് അവർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. പ്രിയമുള്ളവരെ, ഈ ഒരു സാഹചര്യങ്ങളിൽ ആമേൻ ദാനിയേലിനെ സംബന്ധിച്ച് പറയാമെങ്കിൽ അവൻ സത്യദൈവത്തെ ആരാധിക്കുന്നു എന്ന് മനസ്സിലാക്കി, പ്രാർത്ഥിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഹല്ലേലൂയ അവൻ രാജാവിനോട് എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. ഈ സംഭവം രാജാവിനെ ഓർപ്പിക്കുവാനിടയായി. രാജാവിന് ഒരിക്കലും ദാനിയേലിനെ ആമേൻ നശിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. വലിയ നിയമങ്ങൾ ഹല്ലേലൂയ വെച്ചിരിക്കുകയാണ്. എവിടാണ് ഹല്ലേലൂയ ആമേൻ സിംഹങ്ങളുടെ ഗുഹയിലിടുന്ന നിമിഷങ്ങളാണ്, അതിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിമിഷങ്ങളാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മേദ്യരുടെയും പാർസികളുടെയും തീരുമാനമനുസരിച്ച് സീൽ ചെയ്ത് ഹല്ലേലൂയ ദാനിയേലിനെ എവിടെ ഇട്ടു, സിംഹക്കുഴിയിൽ ഇടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ രാത്രിയിൽ എന്താ ജാതീയ രാജാവായ ഹല്ലേലൂയ ആമേൻ സ്തോത്രം രാജാവ് എന്ത് ചെയ്തില്ല, ഉറക്കം വന്നില്ല. ദൈവത്തിന് സ്തോത്രം. 7-ാമത്തെ വാക്യത്തിൽ പിന്നെ രാജാവ് രാജസന്നിധിയിൽ ചെന്ന് ഉപവസിച്ചു. രാത്രി
കഴിച്ചു. അവൻ്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ വന്നില്ല. ഉറക്കം അവനെ എന്ത് ചെയ്തു? വിട്ടുപോകുവാനിടയായി തീർന്നു. കീഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം. രാവിലെ ചെന്നതിന് ശേഷം ആ വാക്യം ഒന്ന് വായിച്ച് 20 വാക്യം ഒന്ന് വായിച്ചു. 6:20 വാക്യം. ആ ആ മതി. 21 വാക്യം. അപ്പോൾ രാജാവ് അത്യന്തം എന്ത് ചെയ്തു? സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്നും കയറ്റുവാൻ കൽപ്പിച്ചു. അടുത്ത വാക്യം 24 വാക്യം. പിന്നെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിയവരെ കൊണ്ടുവന്ന് അവരെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അന്ന് ദാര്യാവേശ് രാജാവ് സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതിയെന്നാൽ, നിങ്ങൾക്ക് ശുഭം വർദ്ധിക്കട്ടെ. എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഭയഭക്തിയോടെ ആയിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. സംഗതി മാറുവാനിടയായി. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ, ആമേൻ, സത്യവചനത്തിന് വേണ്ടി നിൽക്കുവാൻ ദാനിയേൽ തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനിടയായി. തനിക്കെതിരെ വന്ന ആളുകൾ, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വീണ്ടും എടുത്തെറിയുവാനിടയായി. അവർ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുവാനിടയായി. എന്നാൽ ദാനിയേൽ വീണ്ടും ആ അധികാരത്തിൻ്റെ കീഴിൽ വരിക മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, ആമേൻ, ദാനിയേൽ സേവിക്കുന്നവനായ ദൈവത്തെ ആരാധിക്കുവാനിടയായി. ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേശിൻ്റെ ആഴ്ചയിലും വാഴ്ചയിലും എന്താണ്? ശുഭപ്പെട്ടിരുന്നു. എന്തുകൊണ്ട് ശുഭപ്പെട്ടിരുന്നു? ഹല്ലേലൂയ. സത്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, സത്യ ആരാധനയ്ക്ക് വേണ്ടി ദാനിയേൽ നിൽക്കുവാനിടയായി. അവൻ ശുഭപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു ശുഭയാത്ര ഉണ്ടാകേണ്ടതിന് വേണ്ടി എസ്ര കർത്താവിൻ്റെ സന്നിധിയിൽ ഉപസിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ ഹല്ലേലൂയ സത്യാരാധനയ്ക്ക് വേണ്ടി നിൽക്കുവാനിടയായി. അവൻ ദാര്യാവേശിൻ്റെ കാലഘട്ടങ്ങളിൽ അവൻ ശുഭപ്പെടുവാനിടയായി തീർന്നു. ഇതാ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം, ആമേൻ, അപ്പോസ്തലനായ യോഹന്നാൻ പറയാണ്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ എങ്ങനെ ആയിരിക്കണം? സകലത്തിലും ശുഭവും പിന്നെ സുഖവുമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മാവിൻ്റെ ശുഭത ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, അടുത്ത ശുഭതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ആരോഗ്യപരമായ നിലയിൽ നമുക്കൊരു ഹീലിംഗ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൻ്റെതായ ഹീലിംഗ്, അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യമുണ്ടായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായിരിക്കണം. മാത്രമല്ല, നമുക്ക് വേറൊരു ശുഭതയും കൂടെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളും കൂടെ ദൈവം എന്ത് ചെയ്യും? പ്രദാനം ചെയ്യും. അതും കൂടെ വെച്ചുകൊണ്ട് ആമേൻ അപ്പോസ്തലനായ യോഹന്നാൻ ഇവർക്കായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ പകലിൽ ഒറ്റ വാക്യം മാത്രം വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ നിമിഷങ്ങളിൽ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രിയമുള്ളവരെ, സത്യത്തിൻ്റെ സാക്ഷിയായി ഗായോസ് നിൽക്കുവാനിടയായി. ഗായോസിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങളുണ്ട്. അത് പറയുവാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. സത്യത്തിൻ്റെ സാക്ഷിയായി നിൽക്കുന്നതായ സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, ദൈവത്തിന് സ്തോത്രം, അതിഥികളായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവരെ സൽക്കരിക്കുവാൻ, വിവിധ നിലകളിലായി സഭയ്ക്ക് കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുവാൻ ഹാലയിൽ പ്രവർത്തിക്കുന്നതായ ഗായോസിനെ കുറിച്ച് പറയുന്നത്, നീ സത്യത്തിൻ്റെ സാക്ഷിയായി നിൽക്കുന്നു. നിൻ്റെ ഭവനം ഹാലലുയ അനേകർക്ക് ആശ്വാസമായി തീരുന്നു. ഇങ്ങനെ വിവിധ നിലകളിലായി നീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗായോസെ, നീ ശുഭകരമായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭവും സുഖമായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസഭാംഗങ്ങളെ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തക്കോണം, കർത്താവിന് വേണ്ടി ചുമൽ കൊടുക്കുവാൻ തക്കോണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നതായ ഈ വചനത്തിൻ്റെ മുമ്പാകെ, കർത്താവെ ഹാലലുയ എന്നെ ഒരുക്കുമാറാകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ വചനത്തിനായി നന്ദിയോട് സ്തോത്രം. നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ള വചനപ്രകാരം, കർത്താവെ നന്ദിയോട് സ്തോത്രം. ഒരു ആത്മീയമായ ഒരു ശുഭത ആമേൻ എസ്രായിക്കും അവരുടെ കൂടെയുള്ളതായ ആ ജനത്തിനും ഉണ്ടായതുപോലെ ഹാലലൂയ അഹവാറ്റിൻ്റെ തീരത്ത് വെച്ച് ഉപവാസ പ്രാർത്ഥന നടത്തുവാനിടയായി. കർത്താവിന് സ്തോത്രം. മരുഭൂമി യാത്രയിലൂടെയുള്ള യാത്രയിൽ അവർക്കൊരു ശുഭയാത്ര ലഭിക്കുവാനിടയായി. ഹാലലൂയ. ദാര്യാവേശിൻ്റെ കാലത്ത് ദാനിയേലിനൊരു ശുഭത ലഭിക്കുവാനിടയായി. ഹാലലൂയ, ഹാലലൂയ.
സിംഹങ്ങളുടെ ഗുഹയിൽ വീണെങ്കിലും ദൈവത്തിന് സ്തോത്രം, സിംഹം ദാനിയേലിനെ തൊടുവാനിടയായില്ല. തനിക്കൊരു ശുഭത ലഭിക്കുവാനിടയായെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ആത്മീയമായൊരു ശുഭത പ്രാപിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്നുള്ള ദൈവവചന പ്രകാരം കർത്താവിന് നന്ദിയോട് സ്തോത്രം. യഹോവ എൻ്റെ ഇടയനായിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മുടെ ഇടയനായിരിക്കുന്നിടത്തോളം കാലം നമുക്കൊന്നും ഭാരപ്പെടുവാനില്ല. ആമേൻ. വിശ്വാസം നായകനും പൂർത്തിമാനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യാൻ ആവശ്യമായ എല്ലാ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം.